എല്ലാവർക്കും സ്വാഗതം. നമ്മള് കാലത്ത് നമ്മുടെ ബിഗ് ഗിയറിന്റെ ടാങ്ക് പുതിയ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ ടാങ്കില് വേസ്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാൻ പൈപ്പ് ഇട്ടുണ്ടായിരുന്നു കേട്ടാ. അത് നമ്മൾ ഇട്ടിട്ട് മറന്നു പോയി എടുക്കാൻ ട്യൂഷന് പോയി ചെയ്തു. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ മാറ്റിയിട്ട് കുറച്ച് മീനുകളൊക്കെ ചത്തുണ്ടാ. സെഡായിരുന്നു, കുറച്ച് മീനുകളൊക്കെ ചത്തുണ്ട്. നമ്മള് വീണ്ടും എല്ലാത്തിനും നേരെയാക്കി ഇട്ടിട്ടാ. നമ്മളെല്ലാവരും വെള്ളമൊക്കെ വെച്ച് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും മുകളിൽ പൊങ്ങി നിൽക്കണ്ട കുറേ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെന്നാ ബ്രീഡ് ചെയ്തതിൽ തന്നെ ഈ ഇരുന്നണ്ട പിന്നെ ബ്ലൂ വെറൈറ്റി ആയിട്ടാ, അറിയില്ല മറ്റേ നമ്മളെ നേരത്തിൻ്റെ തന്നെ ബ്ലൂവിൻ്റെ ഒപ്പം ബ്രീഡ് ആയിട്ടാന്ന് തോന്നുന്നു, മിക്സ് ബ്രീഡ് ആയിട്ടാന്ന് തോന്നുന്നു. ഡംബോയറുണ്ട്, പിന്നെ വേറെ സൈസ് പുതിയ മീനും വന്നിട്ടാ. ഡംബോയറിന്റെ കുട്ടികളൊക്കെ പുതിയതായിട്ടാ. പക്ഷെ ഇവിടെ മറ്റേ മെയിൽ ഫൈറ്റർ ഇവിടെ കിടക്കുന്നുണ്ട്. കണ്ട മെയിൽ ഫൈറ്റർ ഇവിടെ കിടക്കുന്നുണ്ട്. ഫീമെയില് ഇവിടെ ആക്റ്റീവ് നിൽക്കുന്ന ആള് നല്ല ആക്റ്റീവ് ആട്ടോ. പക്ഷെ മെയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ എടുക്കുള്ളൂ. ആള് എനിക്കൊന്നുമില്ല. കോളാബ് ഇവിടെ എടുക്കുന്നുണ്ട്. ആളിപ്പോ മുകളിലേക്ക് നിൽക്കുന്നുണ്ട്. ആ കോളർ വൈറ്റ് ആയിട്ട് എനിക്ക് പോയില്ല. നമുക്ക് ചില്ലിയൻ മുസേക്കെ നമ്മളിന്ന് മാറ്റിട്ടുണ്ടാ. ചില്ലിയൻ മുസേക്ക നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മളെ ഫൈറ്ററിന് ഇട്ടുണ്ടായിരുന്ന ഫൈറ്റർ ഫീമെയിലെ മാറ്റിയിട്ടാ. നമ്മുടെ ചില്ലിയൻ മുസേക്കിന്റെ കുട്ടികളിന് പാരന്റ്സിന് ഇട്ടുണ്ടാ. പാരന്റ്സിനെ ഒന്നും ചെയ്യില്ല, കുട്ടികളെല്ലാം ഏകദേശം സൈസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഓസ്കാറിനെ ഈ ടാങ്കിൽ മാറ്റിട്ടുണ്ട്. എന്താ പറഞ്ഞാൽ അവര് വെറുതെയുണ്ട്. പക്ഷെ അവർക്ക് നീന്താനും ഇപ്പത്തെ നടക്കാൻ സ്ഥലമില്ലേ. കാണാ അടി 2 ഓസ്കാർ ഫുൾ ആക്റ്റീവ് ആട്ടോ. പിന്നെ ഞങ്ങളുടെ സ്പോട്ടഡ് കാറ്റ് ഫിഷ് പുതിയതാട്ടാ. നിങ്ങള് നമ്മളെ പാടത്ത് കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കട്ടെ. വെള്ളമൊക്കെ വറ്റിയിട്ട് കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ കുറേ മീനുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരൊന്ന് പോയി പിടിക്കണം. അതാണ് നമ്മൾ എന്താ വീഡിയോ എന്ന് പറഞ്ഞാൽ പുലുവാക്കി ഫീഡ് ചെയ്യാനായിട്ടാ. അപ്പോൾ നമുക്കതൊന്ന് ഇറങ്ങിപ്പോവാം. അതിന് വേണ്ടി നമുക്ക് ബക്കറ്റ് വിടാടാ. ബക്കറ്റ് എടുക്കും. ബക്കറ്റ് ചൂണ്ടിക്ക് അവിടെ സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ ചന്ദ്രു. പിന്നെ അവിടെ പാടത്ത് സൈഡിലൊരു ഇത് വെച്ചിട്ടുണ്ട്, ഏന് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതുകൂടെ ഇറങ്ങിയിട്ട് വേണം എടുക്കാട്ടാ. പാടത്ത് കുറേ മീനൊക്കെ വന്നിട്ടുണ്ടാ. അപ്പോൾ ഇറങ്ങി വെച്ചിട്ട് കാണാട്ടാ. ഇറങ്ങിയിട്ടുണ്ട് വേണ്ട. ഇപ്പോൾ നമ്മളെ കുറച്ച് ബ്രാല് തുപ്പലം കുത്തിയൊക്കെ ഉണ്ടല്ലോ, ആ മീനൊക്കെ ഇതിലൊക്കെ എടുക്കുന്നുണ്ട്. കുറേ കാറ്റ് ഫിഷിൻ്റെ മുഷുവിനെ പോലത്തെ കുറേ ഇതിലൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ബ്രാല് എടുക്കുന്നുണ്ട്. ഒരു കാറ്റ് ഫിഷ് ഉണ്ടോ ഒരാളോട് ചത്തി എടുക്കുന്നത്, മുഷു എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരാൾക്ക് എടുക്കുന്നുണ്ട്. പിലോപ്പി ഉണ്ടാവും ഇവിടെ. ഇപ്പം നമ്മുടെ നേരത്തെ വെള്ളമുള്ളപ്പോൾ ഉണ്ടായിരുന്നു പിലോപ്പിക്ക് കേട്ടാ. നേരത്തെ ഇവിടെ കുറേ പിലോപ്പി എടുക്കണ്ടായിരുന്നു കേട്ടോ. അത് നടക്കാനാണ്ട് മുമ്പ് കുറേ ചത്ത എടുക്കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് ഈ സൈഡിലേക്ക് അതിനടിയിൽ നിന്നുണ്ടാ. ഇതിനടിയിൽ പാമ്പാന്ന് തോന്നട്ടോ. എന്തോ എനക്കം കണ്ടു. പാമ്പെന്ന് തോന്നുന്നു. നല്ല എനക്കം കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറേ മീനുകളൊക്കെ ഉണ്ട്. അവിടെ കരിപ്പിടിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ സ്ഥലത്ത് കരിപ്പിടിയൊക്കെ ഉണ്ട്. അവിടെ ഗ്രൂപ്പായിട്ട് മീനുകളൊക്കെ പോകുന്നുണ്ടോ വേണ്ട. അപ്പോൾ നമുക്ക് മീനുകളൊക്കെ ഒന്ന് പിടിക്കാം കേട്ടോ. കേട്ടോ നോക്കിയപ്പോഴാട്ടോ വേണ്ട. പിലോപ്പിയുടെ കുട്ടികളിൽ കുറേ കാണാൻ കേട്ടോ. അതെ ഈ സൈഡിലൊക്കെ പിലോപ്പിയുടെ കുട്ടികളൊക്കെ ചെറുതായിട്ടുണ്ട്. മീനുകളൊക്കെ ചെറുതായിട്ട് പൊങ്ങി നിൽക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം തന്നെ മിഷേമ ഇളക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് മീനുകളൊക്കെ പൊങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ മരക്ക് നമുക്കൊന്ന് പിടിക്കാം കേട്ടോ. എന്നിട്ട് കാണിച്ചു തരാം. വേണ്ട ഈ നമ്മൾ ഈ സൈഡിലേക്ക് വന്നപ്പോൾ കുറേ കരിപ്പിടിയൊക്കെ എടുക്കുന്നുണ്ടാ. പിന്നെ നമ്മൾ ചന്തയിൽ ബ്രാലിനെ കണ്ടിട്ടാ. അതെ നമ്മൾ ബ്രാലിനെ കണ്ടേ. അയ്യോ ആണ്ടാ അടിക്കുന്നുണ്ടോ. കിട്ടിയില്ല അവിടെ തന്നെ ഉണ്ട്. ഇലയുടെ അടിയിൽ ഈ ഇലയുടെ അടിയിലുണ്ട്. ആ വെള്ളം ഒന്നും ആവട്ടെ എന്ത് കാണാം. ചോറിയെന്നാ എടാ അടുത്ത ചോറിയെന്നാ അവിടെ ഇരിക്കുന്നുണ്ടാ. ഇവിടെ ബ്രാലിപ്പനാടാ മിസ്സായിട്ടാ. ചന്തയിൽ അവിടെ കണ്ടിട്ടുണ്ട്. ഇത് അവിടെ
കിട്ടി 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 കിട്ടി. ദേ ഇതെന്താ ബ്രാൻഡിൽ പിടിച്ചെടുത്ത് കണ്ട വാലിന്റെ കുട്ടിയെ ബക്കറ്റിൽ ഇട്ടിട്ട് കളിച്ചു. നല്ല വെയിലാട്ടോ, അതുകൊണ്ടാ കാണാൻ പറ്റാതെ. ഈസി ആയിട്ട് പിടിച്ചിട്ട് കടിയം ബ്രാൻഡാന്ന് പറഞ്ഞിട്ടാ. അതെ ഒരു ചന്തിന്റെ ഒരു ബ്രാൻഡ് ഇത് കണ്ട, ഇത് ബ്രാൻഡിനെ പിടിച്ചിട്ടാ. നമുക്കങ്ങനെ നടക്കുമ്പോ വേറെ കുറെ മീനുകളൊക്കെ കാണാം. അവരൊക്കെ നമുക്കൊന്ന് പിടിക്കാട്ടോ. അപ്പൊ അവരെ പിടിക്കുന്ന സമയത്ത് കാണിച്ചിട്ടാ, കാരണം ലോങ് ആവും. അതുകൊണ്ടാട്ടാ മീനൊക്കെ പിടിച്ച് വീട്ടിലെത്തിട്ടാ. നല്ല പണിയായിരുന്നു കൈസ്, വെറുതെ ഒന്നല്ല. ഇവിടെ ഈ സൈഡിൽ നമ്മുടെ ഈ ചാലിന് കണ്ടില്ല, അവിടെ ഒന്നും കിട്ടിയില്ല. പിന്നെ അവിടെ ഒരു മോട്ടർ വെച്ച് വെള്ളം അപ്പുറത്തേക്ക് പമ്പ് ചെയ്യാൻ സ്ഥലമുണ്ട്. അവിടെ വേണം കുറച്ചുകൂടി മീനുകളൊക്കെ കിട്ടിയില്ല. ഈ ചാലില് കുറച്ച് മീനുകളൊക്കെ കിട്ടിയുള്ളൂ. കരിപ്പിടിയുടെ പറഞ്ഞു, പക്ഷെ നമുക്ക് അവിടെ ആവശ്യമില്ല, നമ്മൾ പിടിച്ചില്ല കേട്ടാ. ഡോൺ ഇവിടെ നിന്ന് ഓടിയിട്ടുണ്ട് കേട്ടോ. ഡേ മീനാണെന്നേ എപ്പോഴും ശല്യം ഉണ്ടാക്കൂട്ടത്. നമ്മള് കണ്ട മീനുകളൊക്കെ നമ്മൾ പിടിച്ചിട്ടാ. കണ്ട മീനുകളൊക്കെ നമ്മള് പിടിച്ചിട്ടാ. പിന്നെ കുറച്ച് കരിപ്പിടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഡോണത് എവിടെ ഇരിക്കുന്നത്? ആളെവിടെ ഇരിക്കണ്ടേ? ആള് അപ്പുറത്ത് ആൾക്കാർ വന്നപ്പോ കുറയ്ക്കാൻ കേട്ടാ. നമ്മളൊരു നേരത്തെ പിടിച്ച ബ്രാലും പിന്നെ വേറെ ഏതൊരു മീൻ കിട്ടിയിട്ടോ. അതുപോലെ നമ്മുടെ മറ്റേ പീകോക്ക് ബസ്സില് അവരുടെ പോലത്തെ ഒരു സൈസ് മീൻ കണ്ടോ. അവരുടെ സൈസ് പോലത്തെ ഒരു മീനാണ്. കുറെ മീനുകളൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അവനൊക്കെ നമുക്ക് എന്താ ഗ്ലാസ് ടാങ്ക് പറഞ്ഞിട്ട് നമ്മളെ കാണിച്ചിട്ട് ഈ ഗ്ലാസ് ടാങ്കിലിട്ട് അവർ ഇടാൻ പോണം. ഹാലിക്കിട്ട് പറഞ്ഞു. പിന്നെ ഒരു മീന് ഫീഡ് ചെയ്യുന്നുണ്ടോ. കൊറേ പരലൊക്കെ കിട്ടീട്ടോ. കണ്ട പരലിനൊക്കെ കിട്ടീന്. കണ്ട കൊറേ പരലൊക്കെ കിട്ടീൻ്റെ. അവിടെ ചേട്ടന്മാര് നന്നായി കൊറേ അവിടെ ഒരു ഡ്രമ്മിലില്ലേ കൊറേ മീനുകൾ പിടിച്ചിട്ടുണ്ടാവും. ഒരു ബ്രാലുകളൊക്കെ വേണ്ട ഒരു 2 feet വരുന്ന ബ്രാല് ഒരു 10-20 പിടിച്ചിട്ടുണ്ട് ഒരു ഡ്രമ്മില്. ഒരു മോട്ടർ വറ്റിക്കുമ്പോ അതില് പിടിച്ചതാണ്. നീ വരും നമുക്ക് ഈ ഗ്ലാസ് ടാങ്കിൽ പറഞ്ഞിട്ടാ. ഗ്ലാസ് ടാങ്കിലിട്ട് ഇടാം. ഓ ഡോണാ മിണ്ടാണെന്നേ കൂട്ടി കയറിയെന്നേ. ഇപ്പൊ അതെ നമ്മള് ഈ ഗ്ലാസ് ടാങ്കിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. മീനുകളൊക്കെ നമ്മുടെ ഈ ഗ്ലാസ് ടാങ്കിൽ ഇട്ടിട്ടുണ്ട്. ഒരു ബ്രാല് നമ്മുടെ ബ്രാലായിട്ട് ഇരിക്കുന്നുണ്ടാ. പിന്നെ അടികെട്ടുകാരൻ നമ്മളെ ഫീഡ് ചെയ്യാൻ പോവാ. പരന്ന് കൊടുക്കാൻ പോട്ടോ. ആളെ എവിടെയാന്ന് നോക്കണം. ആ ആളെ വരുന്നുണ്ടത്. വേണ്ടാന്ന് പറഞ്ഞിട്ടത് എവിടെ ആൾക്ക് വേണ്ടെന്ന് തോന്നുന്നു. ആ ഇടിച്ചിണ്ട്. കണ്ടില്ല കണ്ട സ്ട്രൈക്ക് ചെയ്തോട്ടോ. കൊണ്ടോളൂ അവന് നീ എല്ലാ പഴയല് കഴിച്ചോളാം. ഞാൻ 2-3 പഴയല് എടുത്തോ. ഓസ്കാറിനെ കൊടുക്കാം. ഇവിടെ മീൻ അതിനൊരു കുഴപ്പമുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, അതിൽ പുലുവാങ്ങിട്ടുണ്ടായിരുന്നില്ല. ആളിപ്പൊ നോക്കിയപ്പോ കാണാനില്ല. അറിയില്ല ഉണ്ടോന്ന് അറിയില്ല കേട്ടാ. കാരണം വെള്ളം ഫുള്ള് നാശമായിരിക്കുക. ഞാൻ കാണിച്ചിടാം. ഫുള്ള് LG വാട്ടർ ആയിട്ട് ഇരിക്കണം. ഇവിടെ പുലിവായില്ല കേട്ടോ. ഫുള്ള് കണ്ട വെള്ളം കണ്ട ഫുള്ള് LG വാട്ടർ ആയിട്ട് ഫീഡ് ചെയ്യുമ്പോൾ നോക്കാം. നമ്മൾ കണ്ടാൽ നന്നാവും. ഇനി പീകോക്ക് ബാലില്ലേ ആ പിടിച്ച് അതെടുത്തിട്ട് ഈ മെയിൻ ടാങ്കിലിടും. അത് കാണിച്ചു തരാം.
പീക്കോക്ക് ബാർ എടുത്തിട്ടുണ്ട് കേട്ടാ. അതോട്ടെ കാണിച്ച് കേട്ടില്ല. അതാണ് പീക്കോക്ക് ബാർ. ആദ്യം നമ്മൾ ഇവനായിട്ട് റിലീസ് ചെയ്യണം. ആളാളും ചെയ്തിട്ടില്ലട്ടാ നമ്മുടെ ആള് പോട്ടാ. ഇനി ഇപ്പൊ അതിൽ അതൊക്കെ ഫീഡ് ചെയ്യാൻ പോട്ടാ. മീനൊക്കെ ഇട്ടിട്ടുണ്ട്. പഴലിട്ടുണ്ടാ. ഇപ്പൊ ഇത് പരലിടുന്നുണ്ട്. ഈ പരലിട്ട ഏറ്റവും പുലുവാക്കി ഔട്ടാ. എന്താന്നറിയില്ല, ആള് കാണാനില്ല. ആരും നിലത്ത് നല്ല മഴ പെയ്തിട്ടായിരുന്നു. ആള് ചാടിയൊന്നും അറിയില്ല കേട്ടാ. ആ മുക്കില് പോയിട്ട് തപ്പണം. ആളില്ലാന്ന് പറഞ്ഞിട്ടോ, ആള് ചാടിപ്പോയി പറഞ്ഞിട്ടാ. വെള്ളം ഫുള്ള് മാറ്റിട്ട് തപ്പണം. നമ്മുടെ മീനൊക്കെ ഇടാൻ പോട്ടത്. അവിടെ കുറച്ച് മീൻ കുഞ്ഞു ഓസ്കാറിനെ കൊടുക്കാൻ വെച്ചോട്ടെ. തോന്നുന്നു പറഞ്ഞാൽ നമ്മുടെ ഓസ്കാറിന് അല്ല നമ്മുടെ പുലുവാഹരെ കാണാനില്ലെന്ന് തോന്നട്ടോ. അത് മിസ്സിങ് ആയിട്ടുണ്ട്. അതിന് തപ്പണം, അറിയില്ല. എനിക്ക് ആളെ ഇടുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം വന്ന് ഫുഡ് എടുക്കുന്ന ആളാവും. ആളിപ്പോൾ കാണാനില്ല. അതൊരു സൈഡായി കേട്ടോ. അറിയില്ല, നമ്മൾ ചന്ദ്രല് ആ ഒരു സൈഡിൽ തപ്പാൻ പോകുന്നു. ഉണ്ടാ ആള് ചാടിയിരുന്നോണ്ട് കേട്ടോ. കാരണം ഇന്നലത്തെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ആ മഴയിലെ ടാങ്കിൽ കുറച്ചൊരു വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചാടിപ്പോയി തോന്നണം. ഇത് കുറച്ച് കുറച്ച് മീനുകളില്ലേ നമ്മുടെ ഓസ്കാറിന് കൊടുക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ മീനുകളൊക്കെ ഇത് നമ്മളെ പിടിച്ചിട്ടൊക്കെ ഇട്ടുണ്ടോ. നമ്മളെ പുലുവാഹ പോയിന്നാ തോന്നണേ. ശബ്ദം പുള്ളി പോയിട്ടുണ്ട്. ഞങ്ങള് പൊണ്ണ് കത്തമ്മയുണ്ട്. പുലുവാഹ പോയിന്നാ തോന്നണ. ഇന്നത്തെ മഴയില് വെള്ളം കയറ്റി പോയിന്നാ തോന്നണേ. പിന്നെ ആ ഷീറ്റിന്റെ ഒരു സൈഡ് ചെരിഞ്ഞെടുക്കണ്ടായിരുന്നു. അല്ലെങ്കിൽ അറിയാൻ പാടില്ല. ചിലപ്പോ പൂച്ചയും വല്ല കിഴികളൊന്നും എടുത്തോണ്ടായതോ ചിലപ്പോ. പൂച്ചയാന്നാ തോന്നണേ. അപ്പൊക്കെയാന്ന് തോന്നണേട്ടാ. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ പുലുവാഹം കൂടി മേടിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മീനെ മേടിക്കണ വീഡിയോസ് ആകുമ്പോൾ വരാം. അപ്പോൾ ഇത്രയോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ബൈ.